ചേച്ചി ആ മസാല കറി വെച്ചില്ലേ? സമയം കിട്ടിയില്ലടാ, അടുത്ത പ്രാവശ്യം ശരിയാക്കാം. ഞാൻ അത് കഴിക്കാനാ വന്നത്. കഴിഞ്ഞ പ്രാവശ്യം കഴിച്ചതിന്റെ ടേസ്റ്റ് ഇപ്പോഴും വായി നിക്ക. അമ്മേ, പപ്പടം അവിടെ ഇല്ലല്ലോ. അയ്യോ, അമ്മ കാച്ചാൻ മറന്നു മക്കളെ. ഇപ്പൊ കൊണ്ടുവരാം, അവിടെ പോയിരിക്കേ. അപ്പൊ നമുക്ക് കഴിക്കായിരുന്നല്ലോ. എല്ലാം ആയോ? അതൊക്കെ എൻ്റെ വൈഫ് 10 പേർക്കുള്ള സദ്യ ആണെങ്കിലും അവള് നിമിഷ നേരം കൊണ്ടുണ്ടാകും. അനു, പായസം എവിടെ? പായസം ആയിട്ടില്ല. നിങ്ങൾ സദ്യ തുടങ്ങിക്കോ, ഞാൻ കൊണ്ടുവരാം. നീ സാധാരണ ഇത്ര സമയം എടുക്കുന്നൊന്നുമല്ലല്ലോ. അപ്പോഴേ നമുക്കെല്ലാവർക്കും കഴിച്ചു തുടങ്ങാം. അവള് പായസമായിട്ട് പിന്നെ വന്നോളൂ. അത് വേണ്ട, നമ്മളെല്ലാരും ഒരുമിച്ചിരുന്ന് കഴിക്കാൻ വന്നവരല്ലേ. അപ്പൊ ഒരാൾ മാത്രം അടുക്കളയിൽ നിൽക്കുന്നത് ശരിയാണോ? ഇവിടെ ഓണമായാലും പിറന്നാളായാലും അവൾ എപ്പോഴും അടുക്കളയിൽ തന്നെ. അതവൾക്ക് ശീലം അതാവാം. പക്ഷെ നീ എപ്പോഴെങ്കിലും അവളടുത്ത് അതാണോ ഇഷ്ടമെന്ന് ചോദിച്ചപ്പം അതാണെന്ന് അവള് പറഞ്ഞിട്ടുണ്ടോ? എടാ, ഇത്രയും കറികളൊക്കെ അവൾ ഉണ്ടാക്കി വെച്ചിട്ടിങ്ങനെ അതിന്റെ പുറകില് ചില്ലറ പ്രയാസങ്ങളൊന്നുമല്ല അവൾ അനുഭവിച്ചിരിക്കുന്നത്. ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ലടാ. ഇതൊക്കെ കാലാകാലങ്ങളായിട്ട് ഇവിടെ ഇങ്ങനെ തന്നെയാണ്. എടാ, നമ്മുടെതൊക്കെ ന്യൂക്ലിയർ ഫാമിലിയാണ്. പണ്ടൊരു കുടുംബത്തിൽ എത്ര പേരുണ്ടായിരുന്നെന്നറിയാമോ? അത്ര തന്നെ സ്ത്രീകളും ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ കഥ അങ്ങനെയല്ല. ഒരാള് വേണം 10 പേർക്ക് കുടുംബത്തിലുള്ളവർക്ക് വെച്ചു കൊടുക്കേണ്ടത്. അയാൾ തന്നെ ക്ലീൻ ചെയ്ത്, അയാൾ തന്നെ വെജിറ്റബിൾ കട്ട് ചെയ്ത്, അയാൾ തന്നെ പാത്രം കഴുകി. സത്യം പറയാലോ, ഞാനും വൈഫും ഇന്ന് ഇവിടെ കഴിക്കാൻ വന്നത് എൻ്റെ കാരണം എന്താണെന്നറിയാം. ഇട 2 പേർക്ക് ഉണ്ടാക്കാനുള്ള ടാസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. ഒരുമിച്ച് കൂടേണ്ട ഉത്സവമാണ് ഓണം. അത് ആഘോഷിക്കാൻ മാത്രമല്ല, നമ്മൾ നമ്മുടെ ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ സമയം കണ്ടത്. അതുപോലെ തന്നെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഒരു പിടി ആഹാരം കഴിക്കാനും കഴിയണം. നിന്റെ ഒരു കാര്യം. അല്ല, ഞാൻ പറയുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ? എന്നാ പിന്നെ എല്ലാവർക്കും ഇവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കാതെ അടുക്കളയിൽ കയറി അനുവിനെ ഒന്ന് സഹായിക്കാം. എന്നിട്ട് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാം. എന്തു പറയുന്നു? അടുക്കളയിലെ പുകയ്ക്കും വീർപ്പിനുമിടയിൽ സ്വന്തം സന്തോഷങ്ങൾ മറന്ന് കുടുംബത്തിനായി ജീവിതം വിളമ്പി നൽകുന്ന ഓരോ സ്ത്രീയെയും തിരിച്ചറിയുമ്പോഴാണ് എല്ലാ ആഘോഷങ്ങൾക്കും അതിൻ്റേതായ അർത്ഥം ലഭിക്കുന്നത്. ഈ ഓണക്കാലം അത്തരത്തിലുള്ളതാകട്ടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.